സോ ഹലോ ഗായ്സ്, ലെസൺസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാത്രി ആവറായ. സോ ഗായ്സ്, നമ്മൾ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഗായ്സ്, നമ്മളിന്ന് മൈനിങ്ങിന് പോകാനുള്ളൊരു ഇതിലാണ്. കാരണം നമ്മുടെ കയ്യിൽ അറിയാലോ, ഗോൾഡില്ല, റെഡ്സ്റ്റോൺ ഇല്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതില്ലെങ്കിൽ. പിന്നെ അടുത്ത കളിയിൽ റെയ്ഡ് ഫാർമൊക്കെ ഉണ്ടാക്കണം, തട്ടിക്കൂട്ട് റെയ്ഡ് ഫാർമൊക്കെ സെറ്റാക്കാം. സോ ഗായ്സ്, നമുക്ക് ഇപ്പോൾ ആദ്യം പോയി കിടന്നങ്ങ് ഉറങ്ങാം. സോ ഗായ്സ്, നമുക്ക് ഇപ്പം തന്നെ കിടന്നങ്ങ് ഉറങ്ങാം. നാളെ എന്നിട്ടിട്ടേ നമ്മുടെ മൈനിങ്ങിനൊക്കെ അങ്ങ് പോവാം. ഓക്കെ, നമുക്ക് മൈനിങ്ങിന് എവിടെയാണെന്ന് തോന്നുന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡ് എടുക്കാം. നിൽക്കുന്നുണ്ടോ അവന്മാർ? ഭയങ്കര സീന. അങ്ങോട്ടോട്ട് വന്നു കഴിഞ്ഞാൽ കത്തം. നമുക്കൊരു സ്റ്റാക്ക് ബ്രെഡ് അങ്ങ് എടുക്കാം. ഇനി വാ, നമുക്ക് പോവാം. ടോർച്ചൊന്നും ഇല്ല, എല്ലായിടത്തും ടോർച്ച് ലൈറ്റപ്പ് വേണം. നമുക്ക് ആയിട്ട് മൈൻഡ് ചെയ്യാം. കുറച്ചും കൂടെ പിക്കാക്സ് ഉണ്ടാക്കണ്ടായിരുന്നല്ലേ? അല്ല, വേണ്ട. സോ ഗായ്സ്, ഞങ്ങൾക്ക് അവിടെ ഗേൾഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നൈസിലങ്ങ് എടുക്കാം. ഗ്രാവലായിരുന്നു. ഗ്രാവല കാലഘട്ടം എടുക്കുന്നത് അച്ചീവ്മെൻ്റ് കിട്ടുന്നു. ഈ ഗോൾഡെല്ലാം കൂടെ അങ്ങ് എടുക്കാം. നമുക്ക് ഡീപ്പ് ലൈറ്റ് ലെയർ എത്തണം. നമ്മളിവിടെ ഡീപ്പ് ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ താഴെ പോയി കുളിക്കാൻ നോക്കാം. കേവ് എല്ലാം കാണേണ്ടതാണ്. ഞാൻ പിന്നെ കുറച്ച് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയേ. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഒരു ബോട്ട് കൂടെ ഉണ്ടാക്കി. ബോട്ട് ഭയങ്കര ആവശ്യമാണ്. എന്തോ ഗ്ലിച്ചായ ഗ്ലിച്ചായിരുന്നു. ഇത് ഈ നമ്മുടെ ഡീപ്പ് ലൈറ്റ് മൈൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവിടെ ഗോൾഡ് ആണോ? അയ്യോ, ഡേർട്ടായിരുന്നു. ശരി. ഇവിടെ ഒരു ടോർച്ച് വെച്ചിട്ട് ഇങ്ങനെ പോകാൻ താഴോട്ട് മൈൻഡ് ചെയ്യും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ടോർച്ച് ചെയ്തെത്തുള്ളൂ, ഒന്നും എത്തൂല. അപ്പോൾ വൈ ലെവൽ -1 എത്തിയിട്ടുണ്ട്. ഇനി താഴോട്ട് പോകണോ? നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ Y58 എങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. ഡയമണ്ടാണ് മെയിൻ. പോണ വഴിക്ക് ലാവാ പൂളും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഡയമണ്ട് കണ്ടുപിടിക്കത്തോടെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ബോട്ട് എടുത്തിട്ട് മൈൻഡ് ചെയ്യണം. പിന്നെ താഴോട്ട് മൈൻഡ് ചെയ്തു പോവാം. നമുക്ക് ഏത് കണ്ടുപിടിക്കട്ടെ. മൈൻഡ് എൻ്റെ കുറേ പിക്കാക്സൊക്കെ പൊട്ടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗായ്സ്, നമ്മളിതാ Y-58 എത്തി. നോ കേവ്. ഇതാണ് എനിക്ക് കളി ഇഷ്ടമില്ലാത്തത്. ഒരു കേവ് പോലും ഇല്ല. എനിക്ക് നേരത്തെ കുളിച്ച് നോക്കാം. എനിക്ക് വയ്യ. എൻ്റെ ഇത്രയും പിക്കാക്സ് വെറുതെ വേസ്റ്റ്. എനിക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോവാം. Y-58 തോന്നുന്നത് ഡയമണ്ടൊക്കെ കിട്ടുന്നത്. എന്തു ഇടയ്ക്കിടെ ഗ്ലിച്ചാണ്. അത് കൊള്ളാലോ, എക്സ്ട്രാ കിട്ടുമല്ലോ. ഇവിടെ ഒന്ന് കുഴിച്ചു. ചിലർക്ക് മേളിൽ പോയി അതിലൊരു കേവ് കൊണ്ട് പിടിച്ച് അവിടെ നിന്ന് പോയാലോ. Y-59 ആണോ 58 ആണ്? നമുക്ക് ഒരു മിനിറ്റ്, ഈ ഒരു ബ്ലോക്ക് നമുക്ക് പൊട്ടിക്കാം. വേണ്ട, ഇന്നത്തേക്ക് നമുക്കിത് ചെയ്യാം. മതി. ബെഡ് റോക്ക് എത്തി നമ്മൾ.
ഓക്കെ ഞാൻ വല്ല ഡയമണ്ട് വല്ലതും കിട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് വഴി മൈൻ ചെയ്യാം. എന്താ ഈ വഴി മൈൻ ചെയ്യാൻ തുടങ്ങും. മറ്റേ യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ട്രിക്കില്ലേ, അതായത് നമ്മളിതാ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇങ്ങനെ ചെയ്തിട്ട് 2 ബ്ലോക്ക് വിട്ട് ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ചെയ്യണേ. അതാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന്. തൽക്കാലത്തെ അതിപ്പോൾ ചെയ്യണം. നമുക്കിപ്പം സ്ട്രൈറ്റ് മൈൻ ചെയ്യാൻ നിൽക്കുക. ഹൈ ലെവൽ -90 59. ഓ ഡയമണ്ട്. ഓ ലെസ്കോ നമ്മൾ ആദ്യ ഡയമണ്ട് പൊട്ടിക്കോ. 2 എണ്ണം. ഓക്കെ 2 എണ്ണേ ഉള്ളോ? ഓ ഇല്ല ഇനിയുണ്ട്. നമുക്കിവിടെ കുഴിച്ച് നോക്കണം. ഇല്ലെന്ന് തോന്നുന്നില്ല. നമുക്ക് നേരെ പോവാം. നമ്മുടെ ടോർച്ച് എവിടാ ഇങ്ങ് വരെ വരും. അത് ഓട്. ബ്ലോക്ക് കയ്യിൽ വെച്ചില്ലേ. ഇവിടെ വയ്ക്കട്ടെ. ഇവിടെ ലാഭ നമുക്ക് ആവശ്യമുണ്ടല്ലോ പറയാൻ പോലെ. മിൻ്റെ ബ്ലോക്ക് അടുത്തോടൊന്നും വരില്ല. പോ അത്യാവശ്യം വലുതാണ്. നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. നല്ല വലുതാണ്. ഇവിടെ ഡയമണ്ട് ആണ്. കറച്ചായി. അയ്യോ അത്ര വലുതല്ല കേട്ടോ. എന്നാലും ഇത് ഈ ഒരു ഒറ്റ ഇതിന്ന് വരുന്നതാണോ ഇതെല്ലാം? അല്ലല്ല അവിടെ ഉണ്ട്. അവിടെ വേറെ ഇങ്ങോട്ടോട്ട് വരുമല്ലോ. ഇത് കുറച്ച് ലാഭം എടുത്തിട്ട് പോയാലോ? അല്ലെങ്കിൽ വേണ്ട. നമുക്ക് മറ്റേ യൂട്യൂബേഴ്സൊക്കെ ചെയ്യണ മെത്തേഡ് നമുക്ക് ചെയ്യാം. മൈനിങ് 1 2 3 4 5 ഫുള്ള് ക്ലിയർ ചെയ്തു. പിന്നെ എൻ്റെ ഒരു പിക്കാക്സ് പൊട്ടി. ബോട്ടിൽ ആവശ്യം വന്നില്ല, കേവിലല്ലല്ലോ. ഈ ഏരിയയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് എൻ്റെ ഇപ്പോൾ ടോട്ടല് 23 ഡയമണ്ട് ഉണ്ട്. നമുക്ക് 32 ഗോൾഡ്, പിന്നെ ലാപ്പിസ് നമുക്ക് കുറച്ച് കിട്ടി. പിന്നെ റെഡ് സ്റ്റോൺ കുറേ കിട്ടി കേട്ടോ. അത്ര കിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറെ എനിക്ക് കേവാണ് വേണ്ടേ. കേവിലാകുമ്പോൾ എനിക്കിങ്ങനെ മൈൻഡ് ചെയ്യാൻ പിക്കാക്സ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രിപ്പ് മൈനിങ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഏത് വഴിയാണ് പോകാനുള്ളത്? അയ്യോ വഴി തന്നെ മറന്നതിനെ. ഈ വഴിയാണോ? ടോർച്ചും അല്ല ഇതല്ല, ഇത് വേറെ വഴി. അതാ ഈ വഴി പോകാനുള്ളത്. അയ്യോ ആവശ്യം പെട്ടുപോയെന്ന്. ഞാൻ മേളിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിങ്ങെത്തി. ഓക്കെ നമ്മുടെ ഇൻവെൻട്രി ഫുള്ളങ്ങ് ക്ലിയർ ചെയ്യാം. എനിക്ക് വയ്യ. ഞാൻ 10 കിലോയും കൊണ്ടാണ് നടക്കുന്നത് എങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ കുറേ പന്നികളുണ്ട്. വെട്ടിക്കൊന്നാലോ? വീച്ചേഴ്സിനടുത്ത് കളഞ്ഞില്ലല്ലേ നമ്മുടെ ഇതിനകത്ത് കുറച്ച് റെയിലിരിപ്പുണ്ടല്ലോ. അതും കൊണ്ട് അവിടെ വയ്ക്കണം. ഇതെന്തോന്നടേ? നമ്മൾ മറ്റേ ഉണ്ടാക്കിയ ജസ്റ്റ് എടുക്കണം. ചെസ്റ്റിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കിയിട്ടാണ് എല്ലാം സോർട്ട് ചെയ്ത് വെക്കാം. ഇതും നമുക്ക് എല്ലാം എടുത്ത് വയ്ക്കാം. പിന്നെ ഈ ബോ എനിക്ക് പറ്റിയ നമ്മുടെ ഈ സ്കെൽട്ടൺ ഫാർമിൽ നിന്ന് കിട്ടിയതാ. ഇത് പറഞ്ഞു ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ എൻ്റെ 2 ബോട്ടുണ്ടായിരുന്നു. ഷിറ്റ്, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റ്. ഒരു ഡയമണ്ട് പിക്കാക്സ് ഇപ്പറേ ഉണ്ടാക്കണം. വേണ്ട, അതൊക്കെ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോയിലാണ്. ഇത് എത്രാമത്തെ എപ്പിസോഡായിരുന്നു?
ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി കണ്ടാൽ മതി. അവിടെ കുറേ എപ്പിസോഡൊക്കെ കിടപ്പുണ്ട് നമ്മൾ തുടങ്ങിയ മുതൽ ഇപ്പോൾ ഉള്ള വരെ. ഓക്കെ, നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോയിലാണ്. ഓക്കെ, ബൈ.